So, good morning to all. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കാറ്ററിംഗ് ഫ്രം എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കാറ്ററിംഗ് പ്രോബ്ലമിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെത്തേഡ് ഓഫ് പാർഷ്യൽ വേവ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ല, അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന 3 സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ 3 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ എന്നിട്ട് നമ്മൾ ഫൈനലി എന്ത് ചെയ്തു, ടോട്ടൽ ക്രോസ് സെക്ഷന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ഇൻ ടേംസ് ഓഫ് ഐഡന്റിഫൈ ചെയ്തു. സോ അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ആ ഒരു കേസിൽ നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, വി ഓഫ് ആർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസിലാണ്. when r tends to infinity നമ്മൾ വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഒരു പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പൊട്ടൻഷ്യലിന്റെ കേസ് എന്തായിരുന്നു, അതിന്റെ വാല്യൂ 0 ആണ് എന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ഡിസ്കഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കാറ്ററിംഗ് ഫ്രം എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ജനറലി നിങ്ങൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സ്കാറ്ററിംഗ് ആംഗിളിനെയും അതുപോലെ തന്നെ എനർജിയെയും ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള ഒരു ഫാക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷന്റെ ഈക്വൽ ടു നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്ന രീതിയിൽ നമ്മൾ എന്തായിരുന്നു, അതിന്റെ ഫോർമുലേഷൻ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആംപ്ലിറ്റ്യൂഡ് ഫോർമുലേഷൻ നമ്മൾ 4π/k² sin square delta L into 2L plus 1/k² എന്നൊക്കെ ഫോമിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതാണ് നമ്മൾ കഴിഞ്ഞ രീതിയിൽ ചെയ്തിട്ടുണ്ടായത്. സോ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് എനർജി ആൻഡ് സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയാൻ പറ്റും. അപ്പം എല്ലാ കേസിലും അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കുമോ, അതായത് ലോ എനർജി സ്കാറ്ററിംഗിന്റെ കേസിൽ മോർ ഓവർ അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് വിത്ത് റെസ്പെക്ട് ടു എനർജി ആൻഡ് സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയാം. ഇനി എനർജി ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കാം. ആസ് ഓൺ എനർജി ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ നമുക്ക് അവിടെ ഒരു വേവ് എന്ന് കിട്ടുക ഒരു സ്ക്വയർ വേവിന്റെ ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ആസ് എനർജി ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ എന്താണ്, ആസ് എനർജി ഇൻക്രീസ് നമുക്ക് അവിടെ കിട്ടുക ഒരു സ്ക്വയർ വേവിന്റെ ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീടുള്ള വേവിന്റെ കൺസ്ട്രെയിന്റ് നമ്മളൊരു വേവായിട്ട് നമുക്ക് അവിടെ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്വയർ വേവ് ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു സ്ക്വയർ വേവ് കയറുന്ന കേസിൽ നമുക്ക് ആസ് എനർജി ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ എന്താണ്, എനർജി ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ നമുക്ക് നേരെ സ്ക്വയർ വേവിന്റെ കൺസ്ട്രെയിന്റ് ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോം വി ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ആർ എന്ന് പറഞ്ഞ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ കാണാം. ഓക്കെ, സോ ഇങ്ങനെ എനർജി ഡിപ്പെൻഡൻസ്, ഓക്കെ, എനർജി ഡിപ്പെൻഡൻസ് അറ്റ് ഹയർ എനർജി സ്കാറ്ററിംഗ് നടക്കുമ്പോഴത്തേക്കും എനർജി ഡിപ്പെൻഡൻസ് വരുന്നതുകൊണ്ട് അവിടെ നമുക്ക് ഞാൻ പറഞ്ഞു സ്ക്വയർ വേവിന്റെ ഫോമിൽ കിട്ടുമ്പോൾ നമ്മൾ ആ സ്ക്വയർ വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ഇതിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ക്രോസ് സെക്ഷണലിന്റെ ടേം വാരി ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസിക്കലി അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ കറസ്പോണ്ടിങ് വിത്ത് റെസ്പെക്ട് ടു റേഞ്ചിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. എഫക്റ്റീവ് റേഞ്ച് എന്ന് പറയാം. ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നതിന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പൊസിഷനിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വി ഓഫ് ആർ എന്ന് പറയുന്നതാണ്. വി ഓഫ് ആർ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ആർ എന്നുള്ള ഒരു പ്ലോട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു സ്കാറ്ററിംഗ് ഫ്രം എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ, ഓക്കെ, ആ പൊട്ടൻഷ്യൽ അട്രാക്റ്റീവ് സ്വഭാവമുള്ളതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ കേസ് എന്ന് പറയുന്നത്, സോറി വൺ സെക്കൻഡ്, ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഫോം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. സോ ഇതെന്താണ്, വി ഓഫ് ആർ ആണ്. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ആർ എന്നുള്ള പ്ലോട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയതുകൊണ്ട്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് എന്താണ്, മൈനസ് വി ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം,
ഇവിടെ നമുക്ക് ഇതിന് പറയാം. ഇതിനെയാണ് നമ്മൾ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്താണ്? ഇവിടുന്ന് ഒരു പാർട്ടിക്കിളിനെ, ഈ ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പാർട്ടിക്കിളിനെ ഈ ഒരു പോയിന്റിലേക്ക് r = a എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ വാല്യൂനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, v of r എന്ന് പറഞ്ഞത്. ആ v of r എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എന്താണ്, -v0 ആണ്. എപ്പോഴാണ് -v0 ആണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ ഇതെന്താണ്, ഫസ്റ്റ് ഏരിയ, അതിനാണ് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് എന്ന് കൊടുത്തത്. സോ ഇതിന് എന്ത് ചെയ്യുക, സെക്കൻഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ 2 റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ വേവ് ആയിട്ട് വരുന്ന കേസിലോ, ഓക്കെ, സോ സ്ക്വയർ വേവ് ആയിട്ട് നമ്മൾ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ മാറുന്ന കേസിൽ എങ്ങനെയാണ് ഇതിന്റെ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷന്റെ വാല്യൂ മാറുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. സോ ഇവിടെ ഒരു കണ്ടീഷൻ പറയാണ്, സ്ക്വയർ വേവ് ആവുന്ന കേസ് എന്ന് പറയുന്നത് v of r = 0 ആണ്. ഏത് കേസിൽ എന്ന് പറഞ്ഞത്, r greater than a എന്ന് പറഞ്ഞത്. സോ r = a എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ എഫക്റ്റീവ് റേഞ്ച് എന്നാണ് പറയാം. ഓക്കെ, ഈ എഫക്റ്റീവ് റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി ഡിപ്പെൻഡൻസ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ഹയർ എനർജി സ്കാറ്ററിംഗ് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, എഫക്റ്റീവ് റേഞ്ച്. സോ ഈ റേഞ്ച് വിത്ത് റെസ്പെക്ട്, അതായത് r greater than a ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും v of r = 0. എന്താണ് v of r = 0 മീൻസ് r tends to infinity. ഓക്കെ, r ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്ന കേസിൽ എന്ത് ചെയ്യാം, v of r = 0 നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ r less than a ആണെങ്കിൽ ഈ കേസിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും, v of 0 ആണ് അതിന്റെ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇതാണ് r less than a. ഓക്കെ, സോ ഇപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഒരു v of r = 0 ആണ് when r tends to infinity എന്നുള്ള രീതിയിലാണ്. ഇനി നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വാല്യൂസിന് വരുന്ന കേസിൽ എങ്ങനെയാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിലെ റേഡിയൽ ഫോം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് ആറിന്റെ ഡിപ്പെൻഡൻസി മാത്രമേ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നമ്മുടെ ഡിസ്കഷനിൽ വരുന്നുള്ളൂ. നമ്മൾ തീറ്റനെയും ഫൈനെയും തൽക്കാലം അവോയ്ഡ് ചെയ്യാണ്. സോ നമ്മൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ റേഡിയൽ ഇക്വേഷൻ ഇതാണെങ്കിൽ, റേഡിയൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോം ചെയ്താണെങ്കിൽ ∂r² പ്ലസ് 2μ/h² എന്ന് വരും. ഓക്കെ, ഇൻറ്റു e മൈനസ് v of r. ഓക്കെ, ഞാനിവിടെ ഫംഗ്ഷൻ എടുക്കുന്നത്, വേവ് ഫംഗ്ഷൻ എടുക്കുന്നത് u of r എന്നുള്ള ഫോമിലാണ്. സോ u of r = 0. u of r എന്ന് പറയുന്നതാണ്, u എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഓക്കെ, ജസ്റ്റ് കൺവീനിയൻസിന് ഞാൻ എടുത്തു എന്നുള്ളൂ. സോ നമുക്ക് പറയാം രണ്ട് കേസ് ആണുള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, r less than a. r less than a മീൻസ് എന്താണ്, ഇവിടെ v of r = -v0 ആണ്. ഫൈൻ, ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും, ഈ സമയത്ത് എന്തായാലും നമ്മളെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തായാലും ∂2u/∂r² പ്ലസ് 2μ/h² e പ്ലസ് v എന്ന് വരും. ഓക്കെ, e പ്ലസ് v0. ഓക്കെ, u of r = 0 എന്ന് വരും. ഓക്കെ, ദെൻ ഇത് നമ്മളൊന്ന് സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും, ∂2u/∂r² പ്ലസ് 2μe/h² പ്ലസ് 2μv0 divided by h², u of r = 0. ഓക്കെ, ഇവിടെ u of r ഉണ്ട്, സോറി u of r. ഓക്കെ, സോ ഇതിന് നമ്മൾ നേരത്തെ ഒരു 2μe u of r എന്നുള്ളത് കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ അവിടെ അതിന് k എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഓക്കെ,
dou square u by dou r square plus ഞാനിങ്ങനെ എഴുതി k square plus k0 square u equal to 0. ഇവിടെ k square എന്താണ്? k square is equal to 2 mu e by h cross square. k0 square എന്ന് പറഞ്ഞാൽ എന്താണ്? 2 mu v0 divided by h0. mu എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? reduced mass അല്ലേ? okay, so clear അല്ലേ? so ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോമിൽ എഴുതാം. that means dou square u by dou r square plus k1 square u എന്ന് എഴുതി. k1 square എന്ന് പറഞ്ഞാൽ എന്താണ്? it's a combination of k1 square is equal to k square plus k0 square. okay, so അതാണ് എന്താണ് ഈ ഒരു കേസിലുള്ള ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ ഫോർ r less than a എന്ന് പറയുന്ന കേസിൽ എന്താണ്? the solution will be okay, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റും u of r equal to okay a sin k1 r എന്നാണ്. r എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു റേഞ്ചിന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും a sin k of r. സോ അതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഏതാണ് നമ്മുടെ നെക്സ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്? r greater than a എന്ന് പറയുന്ന കേസ്. സോ ഫസ്റ്റ് റീജിയന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി ഫോർ r less than a എന്ന് പറയുന്ന കേസിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫോർ r greater than a നമ്മുടെ കേസ് എന്താണ്? ഡോ സ്ക്വയർ u by ഡോ r സ്ക്വയർ എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയും? നമുക്കറിയാം അവിടെ 0 ആണ് വരിക. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ, k എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ്? 2 mu e by h cross സ്ക്വയർ എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഈ ഒരു ഫോമിൽ എഴുതുകയാണെങ്കിൽ, കാരണം എന്താണ്? മറ്റേ ടേം എന്താണ്? v of r equal to 0 ആണ്. r greater than 0 ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ r greater than a നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോ സ്ക്വയർ u by ഡോ r സ്ക്വയർ പ്ലസ് k സ്ക്വയർ u of r equal to 0 എന്ന് പറയാം. ഇതിന്റെ സൊല്യൂഷൻ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? u of r equal to b sin kr plus delta 0 എന്ന് എഴുതി. ഓക്കെ, സോ ഈ kr plus delta 0ന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേസിലെ v of r equal to എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ വേണമെങ്കിൽ ഒന്ന് സ്പെസിഫൈ ചെയ്യാം. v of r equal to 0 ആണ്. സോ ആ ഒരു കേസാണ് u of r equal to b sin kr plus delta 0 എന്ന് പറയുന്ന കേസ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റില് നമുക്ക് ഫോർ r is equal to a എന്ന് പറയുന്ന കേസിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്? ഓക്കെ, r is equal to a എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? രണ്ട് റീജിയണിലെയും വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ രണ്ട് കേസ് കൺസിഡർ ചെയ്തു. അപ്പം u of I equal to a, but it means actually u of r means r equal to a എന്ന് വേണമെങ്കിൽ പറയാം. കൺട്രോൾ z. ഓക്കെ, u of r equal to a എന്ന് which is equal to u സെക്കൻഡ് റീജിയണിലുള്ള ആറിന്റെ വാല്യൂ രണ്ടും എന്തായിരിക്കും? ഈ ഒരു കേസിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ആറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? a എന്ന് റീപ്ലേസ് ചെയ്യാം അല്ലേ? സോ u of first region divided with respect to dou r. okay, that means
u of a എന്ന് പറയുന്നത്. That means r equal to എന്താണ് a, which is equal to dou u second region divided by dou r of a. That means r equal to a എന്ന് പറയുന്ന റീജിയൻ ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു കേസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ വാലിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് കേസ് നമുക്കറിയാം a sin k1a എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഡോ യു ഫസ്റ്റ് റീജിയൻ കൊടുക്കാം. എന്താണ് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്? എന്താണ് ആ സ്ക്വയർ വേവ് പൊട്ടൻഷ്യലിന്റെ റീജിയൻ ആണ്. അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മുമ്പ് സോ ഇതിന് നമുക്ക് തേർഡ് ഇക്വേഷൻ കൊടുത്തു കേട്ടോ. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്കറിയാം ഈ ഒരു യു ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നതാണ് സ്ക്വയർ വേവ് പൊട്ടൻഷ്യൽ വിത്ത് വി ഓഫ് ആർ ഈക്വൽ ടു മൈനസ് വി സീറോ എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്ത്, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, എ സൈൻ കെ 1r എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. സോ അവിടെ ഞാൻ എന്ത് ചെയ്തു, ആർ ഈക്വൽ ടു എ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എ സൈൻ k1a ചെയ്തു. അവിടെ എന്താണ് k1r ആണ് ബേസിക്കലി. സോ ഇവിടെ r ഈക്വൽ ടു a എന്ന് പറഞ്ഞ കേസാണ് സൈൻ k1a എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു കൊടുത്തു. സോ അതേപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, b സൈൻ kr പ്ലസ് ഡെൽറ്റ 0 എന്നാണ്. സോ അതിന് പകരം എന്ത് ചെയ്യാം, ka പ്ലസ് ഡെൽറ്റ 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഡെൽറ്റ 0 എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവിടെ ഒരു ഫംഗ്ഷൻ ആണ്, ആ ചേഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ആണ് എന്ന് പറയാം. ഓക്കെ, ഫൈനൽ വേവിന്റെ ഫേസ് ഡിഫറൻസ് ആണ് എന്നും പറയാം. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഫോർത്ത് ഇക്വേഷൻ. ഓക്കെ, സോ ഇനി നമ്മൾ ഇതെന്താണ്, യു ഓഫ് ആണ്, യുവിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തിട്ടുള്ളത്, യു ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഡോ യു ബൈ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ കിട്ടും. ദാറ്റ് വിൽ ബി k1a cos k1a, right, equal to kb cos ka plus delta 0. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഫിഫ്ത്ത് ഇക്വേഷൻ എന്ന് കൊടുത്തു. ഫൈൻ, ഡെൽറ്റ 0 അല്ല 0 ഡിനോമിനേറ്റർ ആണ് കേട്ടോ. സോ ഇനി ഈ കേസ് രണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് 4/5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സൈൻ ബൈ കോസ് കിട്ടും അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം ഈ ടേമിനെ എങ്ങനെ എഴുതും, 4/5 എടുത്തു കഴിഞ്ഞാൽ 4/5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 1/k1 ഓക്കെ tan k1a which is equal to 1/k tan ka plus delta 0 എന്ന് വരും. ഫൈൻ, ക്ലിയർ അല്ലേ? സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും, ടാൻ കെ എ പ്ലസ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ 0 നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ വരിക. അതിന് നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ടാൻ കെ എ പ്ലസ് ഡെൽറ്റ 0 എന്ന് പറയുന്നതിന് നമുക്ക് 1/k ഞാനിതിന് ടാൻ കെ എ പ്ലസ് ഡെൽറ്റ 0 ക്യാൻ ബി റിട്ടൺ ആസ് ടാൻ കെ എ plus tan delta 0 divided by 1 minus tan ka tan delta 0 which is equal to tan k1a divided by k1 എന്ന് എഴുതി. ഓക്കെ, സോ ഇവിടെ k1 ഉണ്ട്, k1 ഇല്ല, ഫൈൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, k ഇങ്ങോട്ട് എടുക്കാം. സോ k1 ഇങ്ങോട്ട് എടുക്കാം ഈ സൈഡിലോട്ട്. സോ k1 ഇൻറ്റു ടാൻ ka പ്ലസ്
tan delta 0 which is equal to k into tan k1a just നമ്മളിവിടെ റീഅറേഞ്ച് ചെയ്തു into 1 minus tan ka tan delta 0. Okay. So നമുക്ക് എന്ത് ചെയ്യാം tan delta 0 എന്ത് ചെയ്യാം നമുക്കൊന്ന് എന്ത് ചെയ്യാം കോമൺ ഉള്ള കേസിലൊക്കെ ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് പുറത്തെടുത്ത് നോക്കാം ഓക്കെ tan delta 0 ഒന്ന് കോമൺ ആയിട്ട് വരുന്ന കേസ് so tan delta 0 okay k1 plus k tan k1a into tan ka which is equal to k tan k1a okay minus k1 tan ka നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എത്രയല്ലേ വരുന്നതെന്നുള്ളത് okay tan delta 0 k1 plus k tan k1a plus plus അല്ല tan ka equal to k tan k1a minus k1 tan ka എന്ന് പറയും ഓക്കെ സോ ഇതാണ് നമുക്കുള്ള ഫസ്റ്റ് ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു ഇക്വേഷൻ വഴി ഇനി നമ്മളൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാണ് ഒരു ലോ എനർജി സ്കാറ്ററിംഗ് ആണെങ്കിൽ ഓക്കെ ഫോർ ലോ എനർജി സ്കാറ്ററിംഗ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ലോ എനർജി സ്കാറ്ററിംഗ് പാർട്ടിക്കിൾസിന്റെ കേസിലാണെങ്കിൽ ka നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും very very less than 1 എന്ന് പറയാൻ പറ്റും that means tan ka approximately equal to ka എന്ന് എഴുതാം സോ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇക്വേഷനെ k1 plus k tan k1a tan ka approximately equal to k1 plus k1 plus k tan k1a ka എന്ന് എഴുതാം okay right then which is approximately equal to k1 plus ഇവിടെ രണ്ട് k ഉണ്ട് so k square tan k square a tan k1a എന്ന് എഴുതാം okay അപ്പോൾ നമ്മൾ k1 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി 2 mu v0 divided by h square എന്ന് പറയുന്ന വാല്യൂ ആണ് അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് എന്ത് പറയുന്നത് k1 എന്ന് പറയുന്ന വാല്യൂ എന്താണ് വെരി വെരി ഗ്രേറ്റർ ദാൻ കമ്പയർ ടു ദ എനർജി കാരണം എന്താണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ് കമ്പയർ ടു ദ പാർട്ടിക്കിളിന്റെ എനർജി അനുസരിച്ച് എന്ത് ചെയ്യാണ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലാണ് എന്നർത്ഥം പക്ഷെ അവിടെ നെഗറ്റീവ് സൂചിപ്പിക്കുന്നത് എന്താണ് നെഗറ്റീവ് മീൻസ് അതൊരു അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എന്നുള്ളതുകൊണ്ടാണ് എന്താണ് നെഗറ്റീവ് v0 എന്ന് വരാൻ കാരണം അത് റിപ്പൾസീവ് ആണെങ്കിൽ എന്താ വരിക അതിന്റെ വാല്യൂ പൊട്ടൻഷ്യലിന്റെ വാല്യൂ പ്ലസ് v0 എന്നാ വരിക അപ്പോൾ ദാറ്റ് മീൻസ് k1 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് k നേക്കാളും വലുതാണ് എന്നാണ് അർത്ഥം ഓക്കെ സോ നമുക്കിത് എന്താ പറയാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി k എന്ന് പറയുന്നതായിരിക്കും k1 എന്ന് പറയുന്നതായിരിക്കും ലാർജർ ദാൻ k2
k എന്ന് പറയാൻ പറ്റും. ഈ ഒരു വാല്യൂവിനേക്കാളും k1 ലാർജർ ആണ്. റീസൺ എത്രേ ഉള്ളൂ, നമ്മൾ പൊട്ടൻഷ്യൽ വെല്ലിൽ കൺസിഡർ ചെയ്യുമ്പോൾ പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായാലും കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ഓക്കെ, സോ പൊട്ടൻഷ്യലിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഹൈ എന്നുള്ള അസംഷനിലാണ് നോർമലി അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഓക്കെ, സോ ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം ഇവിടെ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതന്നെ റിപ്പൾസീവ് ആണെങ്കിൽ എങ്ങനെയാന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കഷനിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ഇവിടെ എന്താണ് k1 which is this point can be approximately equal to k1 എന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്കറിയാം k1 സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ബേസിക്കലി k1 സ്ക്വയർ എന്ന് പറയുന്നത് k സ്ക്വയർ പ്ലസ് k0 സ്ക്വയർ. സോറി, ഈ k1 എന്ന് പറയുന്നത്, സോറി ഞാൻ മിസ്റ്റേക്ക് ദർ, കാരണം k1 എന്ന് പറഞ്ഞാൽ എന്താണ് k സ്ക്വയർ പ്ലസ് k0 സ്ക്വയർ. ഓക്കെ, സോ എന്ന് പറഞ്ഞു. സോ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, k1 ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അവിടെ ഓക്കെ അപ്പോഴാണ് ആ അസംഷൻ കറക്റ്റ് ആവുന്നത്, k1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു k0 എന്ന് പറയുന്ന കേസ്. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞു k0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രേറ്റർ ദാൻ എന്താണ് k ആണ്. k എന്ന് പറഞ്ഞാൽ 2 μ e by h സ്ക്വയർ ആണ്. k0 എന്ന് പറഞ്ഞാൽ എന്താണ് 2 μ v0 by h സ്ക്വയർ. സോ പൊട്ടൻഷ്യൽ കൂടുതലായതുകൊണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ്ലി k1 എന്ത് ചെയ്യാം, k0 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് k1 എന്ന് എടുത്തു. സോ ഈ ഒരു പോർഷൻ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനിലെ ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, tan delta 0 k1 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. tan delta 0 into k1 എന്ന് വരും, which is equal to k tan k1a, okay, minus k1 tan k a എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, tan delta 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഫേസ് ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ടേം ആയിരുന്നു. സോ tan delta 0 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, k tan k1a minus k1 into ka. കാരണം നമ്മൾ എന്താണ് tan k നെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. സോ can be written as ka divided by k1 വരും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ 0 എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് tan ഡെൽറ്റ 0 എന്ന് പറഞ്ഞ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ 0 ആണെങ്കിൽ, ഓക്കെ, then which can be written as k into, okay, k into നമ്മൾ രണ്ട് ടേമിൽ നിന്ന് k പുറത്തെടുത്തു, tan k1a minus k1a. സോ ഇവിടെ ഒരു k ഉണ്ട്, ഇവിടെ ഒരു k ഉണ്ട്. സോ അതിനെ ഔട്ട് സൈഡ് എടുത്തു, ഡിവൈഡഡ് ബൈ k1a എന്ന് എഴുതി. ഇതെങ്ങനെ k1a എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, താഴെ മേലെ എന്ത് ചെയ്യും, ഒരു k a കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ അങ്ങനെയാണ് a by a എന്നുള്ള ഫോം വന്നത് കേട്ടോ. ഓക്കെ, സോ ടോട്ടൽ ക്രോസ് സെക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടോട്ടൽ ക്രോസ് സെക്ഷന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എങ്ങനെയായിരുന്നു, സിഗ്മ ടി ഈക്വൽ ടു 4 pi by k square, right, infinity L equal to 0 to infinity 2L plus 1, okay, sin square delta L എന്നുള്ള പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിനെ ടോട്ടൽ ക്രോസ് സെക്ഷന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഫോർ L is equal to 0 എന്ന് പറയുന്ന കേസ്, ഫോർ L is equal to 0 എന്ന് പറയുന്ന കേസ് എന്താണ്, സിഗ്മ ടി ഈക്വൽ ടു
4 pi by നിങ്ങൾ L വരുന്നിടത്തൊക്കെ ഒന്ന് എന്ത് ചെയ്യാം 0 എന്ന് കൊടുത്തു നോക്കുക 4 pi by k square. Okay, so 2l plus 1 അതായി ടേം 0 ആവും. Okay, then into sin square delta എന്ന ടേം ഉണ്ടാവും. So sin square delta 0 ആയി എന്നതാണ് L equal to 0 ആയതുകൊണ്ട്. So sin square delta 0 എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും in terms of sin square ആണ് sin square delta 0. So നമ്മൾ approximate ചെയ്യാണ് sin square delta 0 approximately equal to delta 0 ആണെങ്കിൽ അല്ലെങ്കിൽ delta 0 square ആണെങ്കിൽ this can be written as sigma t equal to 4 pi k square k square delta 0 എന്ന്. Okay, so ഇതാണ് ടോട്ടൽ ക്രോസ് സെക്ഷന്റെ വാല്യൂ വരിക എന്ന് പറഞ്ഞു. ഓക്കെ, സോ സംടൈംസ് എന്താണ് k എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പറഞ്ഞു കമ്പയർ ടു ഇതിന്റെ കേസിലാണെങ്കിൽ സിഗ്മ സ്ക്വയർ വേവ് പൊട്ടൻഷ്യലിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം സിഗ്മ ടി ഈക്വൽ ടു 4 pi by delta 0 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോഴാണ് k എന്ന് പറയുന്ന വാല്യൂ എന്താണ് വെരി ലെസ് ദാൻ k1 എന്ന് പറയുന്ന അല്ലെങ്കിൽ k0 എന്ന് പറയുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം 4 pi delta 0 സ്ക്വയർ എന്ന ഫോമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫോമിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്തു ഒരു കേസ് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 4 pi by k സ്ക്വയർ നമ്മൾ ഡയറക്റ്റ്ലി ഇവിടെ കൊടുക്കാന്ന് വിചാരിക്കാം ഇക്വേഷനിലെ കേസിൽ. ഓക്കെ, സൈൻ സ്ക്വയർ ഡെൽറ്റ 0 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് സിഗ്മ ടി ഈക്വൽ ടു 4 pi എന്താണ് ഡെൽറ്റ 0 എന്ന് പറഞ്ഞ ഫോം എന്തായിരുന്നു നമ്മൾ പറഞ്ഞു 4 pi by k സ്ക്വയർ. ഡെൽറ്റ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു that can be ka into tan k1a minus k1a by k1a. so ഞാൻ എന്ത് ചെയ്യും ഡെൽറ്റ 0 ക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 4 pi k സ്ക്വയർ എന്നുള്ളതായി k സ്ക്വയർ a സ്ക്വയർ tan k1a minus k1a divided by എന്തായി k1a the whole square. Okay, the whole square എന്നൊരു ഫോം വന്നു. ഓക്കെ, സോ ഇവിടെ ഞാൻ അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ് ka approx less than or equal to 1 എന്ന് പറഞ്ഞത്. that means k1 approximately equal to k0 എന്ന് പറയുന്ന കണ്ടീഷൻ. സോ ആ ഒരു കണ്ടീഷനിൽ ഇതിന്റെ വാരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരിക സിഗ്മ ടി ഈക്വൽ ടു 4 pi k ഇതിന് എന്ത് ചെയ്യും k ന്റെ ടേം നമുക്ക് എന്ത് ചെയ്യും കട്ടായി പോവും. ഇതെന്ത് ചെയ്തു നമുക്ക് കിട്ടുക 4 pi a സ്ക്വയർ. ഓക്കെ, 4 pi a സ്ക്വയർ ഉണ്ട് tan k1a എന്നുള്ളത് എന്ത് ചെയ്യും tan k0a ആയി. ഓക്കെ, മൈനസ് k1 ഉള്ളിടത്തേക്ക് എന്ത് ചെയ്യും k0 റീപ്ലേസ് ചെയ്യും k0a divided by k0a ഓക്കെ സ്ക്വയർ എന്നുള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം ഷെഡ്യൂൾ. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് k0 എന്ന് പറയുന്നത് എന്താണ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ റിലേഷൻ ആണ്. k0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു k0 ഈക്വൽ ടു 2 mu v0 by h സ്ക്വയർ എന്ന് പറഞ്ഞ ടേമാണ്. അപ്പോൾ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ആ ഒരു ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്ത് പറ്റൂ അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് കിട്ടി സിഗ്മ ടി ഈക്വൽ ടു 4 pi a സ്ക്വയർ. ഓക്കെ, ആ ഒരു ഫോമിൽ എന്ത് ചെയ്തു നമുക്കതിനെ ഫർദർ റെഡ്യൂസ് ചെയ്ത് കിട്ടി 4 pi a സ്ക്വയർ tan k0a minus k0a സ്ക്വയർ divided by k0a എന്ന് പറഞ്ഞത്. ഓക്കെ, k സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു 2 mu e by h സ്ക്വയർ ആണ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് 2 mu e by h സ്ക്വയർ ആയിരുന്നത് k എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ k
k1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് k സ്ക്വയർ പ്ലസ് k0 സ്ക്വയർ ആണുള്ളത്. സോ ഈ റിലേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ എന്താണ് ഈ ഒരു കേസിൽ സിൻസ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്താണ് ഡോമിനന്റ് ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യും ഒരു ക്രോസ് സെക്ഷണൽ ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് ഇപ്പം ഡിറൈവ് ചെയ്ത് കൊന്നിട്ടുള്ളത്. സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ കേസിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ അട്രാക്റ്റീവ് മീൻസ് എന്താണ് വി ഓഫ് ആർ ഈക്വൽ ടു മൈനസ് v0 എന്നുള്ള കേസിൽ അട്രാക്റ്റീവിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ 4πa square is equal to tan k0 minus k0a by k0a square എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഈ സിഗ്മ ടി എന്ന് പറയുന്നത് ഐസോട്രോപിക് ആണ്. നിങ്ങൾ ഏത് ഡയറക്ഷനിൽ ഇതിന്റെ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്കാറ്ററിംഗിന്റെ ഏത് ഡയറക്ഷനിൽ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നതായിരിക്കും സെയിം ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അട്രാക്റ്റീവ് അട്രാക്റ്റീവ് പൊട്ടൻഷ്യലിന്റെ കേസിലുള്ള ടോട്ടൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇനി റിപ്പൾസീവിന്റെ കേസിൽ സ്കാറ്ററിംഗ് ഫ്രം എ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ എന്താ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു lecture discuss ചെയ്യാം. Okay, so thank you for listening. Winding up here.